നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ, നിങ്ങൾ നിത്യവും ജപിക്കുന്നതായ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി കൂടെയുള്ളവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അത് നിങ്ങൾക്ക് പല ആവർത്തിയായി ജീവിതത്തിൽ മനസ്സിലാകുന്ന അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഏതൊരു പ്രശ്നവും അത് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു, അല്ലെങ്കിൽ പഠിക്കുവാനുള്ള ഒരു അവസരമായി തന്നെ മാറുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം ഭഗവാനോട് നിങ്ങൾക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതേക്കുറിച്ച് വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടുന്നതാണ്. എന്താണ് ജീവിതം എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന സാഹചര്യം, ഇനി മുൻപോട്ടില്ല എന്ന് ചിന്തിച്ചിരുന്നതായ സാഹചര്യത്തിൽ നിന്ന് പോലും മാറ്റങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലരും നിങ്ങളെ തോൽപ്പിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും അമാനുഷികമായ രീതിയിൽ ആ ശക്തി, ഭഗവത് ശക്തി നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നു എന്നത് തന്നെയാണ് നിങ്ങളുടെ അനുഭവം. അത് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ചിട്ടുള്ളത്. അതിപ്പോൾ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാകുന്നു. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. ചില കാര്യങ്ങളിൽ ഒരു ആലസ്യം നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ സാഹചര്യം, എന്ത് എപ്രകാരം പ്രവർത്തിക്കണം എന്ന ആകുലത നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അംഗീകരിക്കുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ, മനസ്സ് വല്ലാതെ അലോസരപ്പെടുന്നതായ സാഹചര്യം പോലുമുണ്ട്. ദേഷ്യം, നിരാശ, ദുഃഖം ഇവയെല്ലാം നിങ്ങളിൽ കടന്നു കൂടിയിരിക്കുന്നതായ സാഹചര്യം. ഇതിനും ഏറ്റവും വലിയ വിഷമം, പല കാര്യങ്ങളും പുറമെ പറയുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്രമേൽ വിശ്വസിച്ചിരുന്നതായ ചില വ്യക്തികൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നതുമാണ്. അവർ അവഗണിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആരോട് പറയും, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം ആരിൽ നിന്നും ലഭിക്കും എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം. കഠിനമായ രീതിയിൽ പ്രയത്നങ്ങൾ ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഫലം ലഭിച്ചില്ല എന്നതും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും, ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ചില തിരിച്ചറിവുകളും നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ അതിന് സാധിക്കും. കാരണം മറ്റൊരു വ്യക്തിയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുക എന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നൊരു ബോധ്യം ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് നൽകും. നിങ്ങൾ സ്വയം പല കാര്യങ്ങളിലും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. പല പ്രയാസങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ. അത് ധനപരമാകാം, സാമ്പത്തികമാകാം, അല്ലെങ്കിൽ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ഇതെല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ഭക്തി, ഭഗവാനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നില്ല എന്നത് ഭഗവാൻ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നത്. കാരണം
ഇതിനെല്ലാം പുറത്തേക്ക്, ഈ ദുഷ്കരമായ സാഹചര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും. കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ബോധ്യമാകുന്നത് എന്നതും വാസ്തവമാണ്. അതൊരു അനുഭവം തന്നെയാണ്. പല കാര്യങ്ങളിലും അതൊരു തിരിച്ചറിവായി മാറാം. പലരുടെയും മുഖം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പലരെയും കൃത്യമായി മനസ്സിലാക്കുവാനും എന്നാൽ ചില വ്യക്തികളെ തെറ്റിദ്ധരിച്ചതിലുള്ള വിഷമവും നിങ്ങളുടെ മനസ്സിലുണ്ട്. പല വ്യക്തികൾക്കും നിങ്ങളിൽ നിന്നും ലഭിക്കാത്തതായ സ്വീകാര്യത, സഹകരണം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം അത്തരത്തിൽ ഒരു മാറ്റം തന്നെ, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. കഠിനമായ സാഹചര്യം തന്നെയാണ് ഉള്ളിലുള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. അത്തരമൊരു കാഴ്ചപ്പാട് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതായത് ഇത്രയധികം പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന എനിക്ക് ഇനിയൊരു മോചനം പോലും ഉണ്ടാകില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അവിടെയാണ് ഭഗവാൻ പ്രവർത്തിക്കുക. ഒരു ആത്മവിശ്വാസം, പ്രതീക്ഷ, ആ അന്ധകാരത്തിൽ ഒരു വെളിച്ചം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന സാഹചര്യമുണ്ടാകും. എന്താണോ മറികടക്കേണ്ടത്, അതിന് അനുകൂലമായ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്കും സ്വയം ബോധ്യം വന്ന് തുടങ്ങിയിരിക്കുന്നതായ അവസ്ഥ. ഈ പോക്ക് ശരിയല്ല എന്നൊരു ബോധ്യം നിങ്ങളിലുണ്ട്. അത് നിങ്ങളിൽ പല ആവർത്തിയായി ഭഗവാൻ തന്നെ നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ്. എവിടെയാണ് തിരുത്തേണ്ടത്, എന്താണ് ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത്, അത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. എന്താണ് പ്രവർത്തിക്കേണ്ടത്, അതിന് അനുകൂലമായ ഒരു എനർജി നിങ്ങൾക്ക് ചുറ്റും രൂപപ്പെടാവുന്നതാണ്. അത് തടുക്കുവാൻ പലരും ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ ആ തടുക്കുന്നതായ വ്യക്തികൾക്ക് എതിരെ നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതിനാൽ വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എപ്രകാരം നിങ്ങളെ മുന്നോട്ട് നയിക്കണം, എന്താണ് നിങ്ങൾക്ക് നൽകേണ്ടത് എന്ന് ഭഗവാന് കൃത്യമായ ഒരു നിശ്ചയമുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക. തടയാൻ ആര് നിന്നാലും അതിന് സാധിക്കില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം ചില നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് ഭഗവാൻ നൽകുന്നതായ നിർദ്ദേശങ്ങൾ തന്നെയാണ്. ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹീലിംഗ് എനർജി തന്നെ കാണുവാൻ സാധിക്കും. വളരെയധികം ഭഗവാനുമായി ആത്മബന്ധം, ഭഗവാനുമായി നിങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നതാകുന്നു. ചില വ്യക്തികൾക്ക് ഈ സമയം മാനസാന്തരം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചെയ്തത് തെറ്റായി പോയി എന്ന് ചില വ്യക്തികൾ മനസ്സിലാക്കുകയും നിങ്ങളിലേക്ക് ഈ സമയം അടുക്കേണ്ടതിൻ്റെ പ്രാധാന്യവും നിങ്ങൾ ആരായിരുന്നു എന്ന് പോലും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം അവർക്കുള്ളിലുണ്ടാകും. കാരണം ഈ സമയം അതൊരു തിരിച്ചറിവ് തന്നെയാണ്. നിങ്ങളിലെ നന്മ പലരിലും അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നു, നേടണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അത്തരം അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളിൽ രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം എന്താണോ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച് വച്ചിരിക്കുന്നത്, അതിൽ ചിലത് തെറ്റാണ് എന്ന ബോധ്യം കടന്നു വരാം. തെറ്റിദ്ധാരണകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന നിങ്ങൾക്ക് അത് മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചില വ്യക്തികളെ കൂടുതലായും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതിൻ്റെ പ്രാധാന്യം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് പകർന്നു നൽകും. ആ കാര്യങ്ങൾ തന്നെയാണ് നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക. അത് അമിതമായ സ്നേഹമായിരിക്കാം. ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടതിനേക്കാൾ കൂടുതൽ സ്നേഹം നൽകുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യമാകാം. അമിതമായ ദേഷ്യം കുറയ്ക്കുന്നതാകാം. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറയുന്ന ഒരു സാഹചര്യവുമാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക്
ഭഗവാന്റെ നിയന്ത്രണത്താൽ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം നിങ്ങളിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ഭഗവാന് ബോധ്യമുള്ള കാര്യം ആ വിശ്വാസം തന്നെയാണ്. ഭഗവാനിൽ നിങ്ങൾ അർപ്പിച്ചിരിക്കുന്നതായ വിശ്വാസം. അതിനാൽ ഈ സമയം നിങ്ങളിലേക്ക് ഭഗവാൻ തന്നെ കൈപിടിച്ചുയർത്തുന്ന ആ വഴിത്തിരിവ് കടന്നു വരും. അത് നിങ്ങളെ ഉയർത്തും എന്നതാണ് വാസ്തവം. അവസരങ്ങൾ നേട്ടങ്ങളായി മാറ്റുവാൻ സാധിക്കും. അതിനുള്ള അനുഗ്രഹം തന്നെയാണ്, അവസരം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക. നിങ്ങൾ ഒരുപാട് കരഞ്ഞു, മനസ്സിൽ ഒരുപാട് വിഷമിച്ചു. അതിന് ഭഗവാൻ നൽകുന്ന ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരിക. നിങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം, പ്രവർത്തിക്കണം. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഭഗവാന്റെ ഇച്ഛ കൂടിയായി, അനുഗ്രഹമായി ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഈ പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് സ്വീകരിക്കുക.